ഞാൻ ആദ്യം ബിന്ദുവിലേക്ക് പോകുന്നു. ബിന്ദു, ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പേരൂക്കട സ്റ്റേഷനിലെ SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ബിന്ദുവിൻ്റെ പരാതിയിൽ ബിന്ദുവിന് നീതി കിട്ടി എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? തൃപ്തിയല്ല സാർ, നീതി കിട്ടിയെങ്കിലും തൃപ്തിയല്ല. ഇനി രണ്ടുപേരുണ്ടല്ലോ സാർ. ഇനിയും ബാക്കി രണ്ടുപേരുണ്ട്. നടപടി വരണം ഉപേക്ഷിക്കണം സാർ. വേണം, വന്നേ പറ്റുള്ളൂ സാർ. ഈ 3 പേരാണോ ബിന്ദുവിനെ ഈ ദിവസം രാത്രി മുഴുവൻ മാനസികമായി പീഡിപ്പിച്ചത്? SI പ്രസാദും ബാക്കി 2 പേരും. അവരുടെ പേരറിയുമോ ബിന്ദുവിന്? ഒരാളെ പേരറിയാം സാർ, ഒരാളെ പേര് എനിക്കറിയത്തില്ല. SI പ്രസാദ് അല്ലേ, സോറി, SI എന്നെ ചീത്ത വിളിച്ചു. എങ്കിലും എന്നെ ഭയങ്കരമായി തന്നെ വേദനിപ്പിച്ചത് പ്രസന്റ് എന്ന് പറയുന്ന ഒരു പോലീസാണ്. ഈ SI പ്രസാദ് അസഭ്യം പറഞ്ഞിരുന്നോ? മോശം വാക്കുകൾ ഉപയോഗിച്ചിരുന്നോ? കേൾക്കേ പറഞ്ഞു. എന്നെ ചീത്ത വിളിച്ചിരുന്നു. എനിക്കത് കേട്ടപ്പോൾ പേടിയായിപ്പോയി. ഞാനത് ചീത്ത വിളിച്ചു, ശരിക്കും എന്നെ ചീത്ത വിളിച്ചു. ഈ ബിന്ദുവിനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഈ പോലീസ് ഈ വീട്ടുകാരിയുടെ വീട്ടിൽ, അതായത് ഈ വീട്ടുടമയുടെ വീട്ടിലേക്ക് പോയിരുന്നോ? അവിടെ അന്വേഷണം നടത്താനൊന്നും അവർ തയ്യാറായില്ല അല്ലേ? തയ്യാറായില്ല. ഞാൻ പറഞ്ഞിട്ടും പോവാൻ തയ്യാറായില്ല സാർ. ബിന്ദുവിന്റെ ദേഹപരിശോധനയും നടത്തി പോലീസ് സ്റ്റേഷനിൽ വെച്ച്? നടത്തി. അത് ഈ വനിതാ പോലീസുകാരാണ്. ശരീരമാസകലം പരിശോധിക്കുന്നു. അതും തനിക്ക് മാനസിക വിഷമം ഉണ്ടാക്കിയല്ലേ ബിന്ദു? ഉണ്ടാക്കി സാർ. എന്റെ ഡ്രസ്സൊക്കെ ഊരിയാണ് എന്നെ പരിശോധിച്ചത്. അപ്പോഴൊക്കെ ബിന്ദു പറയുന്നില്ലേ ഞാനിത് എടുത്തിട്ടില്ല എന്ന്? ഞാൻ പറഞ്ഞു മേഡം ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയും. എപ്പോഴും ഞാൻ പറയാണ് മേഡം ഞാൻ എടുത്തിട്ടില്ല, മാല ഞാൻ എടുത്തിട്ടില്ല എന്ന് ഞാൻ അവരോട് കരഞ്ഞ് പറയാണ്. ബിന്ദുവിന് ഏറ്റവും കൂടുതൽ മാനസിക പീഡനം നേരിട്ടത് ഈ 3 ഉദ്യോഗസ്ഥരിൽ ആരുടെ നിന്നാണ്? പ്രസന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. അയാൾ CPO ആണെന്നാണ് മനസ്സിലായത്. അവിടുത്തെ സിവിൽ പോലീസ് ഓഫീസറായിരിക്കും. പണ്ട് നമ്മൾ കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് പോലെ ഒരു പോലീസുകാരായിരിക്കും അല്ലേ പ്രസന്റ്? അയാൾക്ക് രാത്രി ഡ്യൂട്ടി എന്നാണ് സാർ പറഞ്ഞത്. അയാൾ എന്താണ് ബിന്ദുവിനോട് മോശമായി പെരുമാറിയത്? മോശമായെന്ന് വെച്ചാൽ എന്നെ മാനസികമായിട്ടെന്ന് വെച്ചാൽ എന്നെ ആത്മഹത്യക്ക് വക്കിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ഒരു സാറാണ്. ഇതിനിടയിൽ ബിന്ദുവിന്റെ വീട്ടിലേക്ക് ബിന്ദുവിനെയും കൊണ്ട് ഇവര് തെളിവെടുക്കാൻ വന്നിരുന്നു. അത് ഓമന ഡാലിന്റെ പ്രകാരമാണ് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അത് ബിന്ദുവിന്റെ വീട്ടുകാരുടെ അടുത്തേക്കാണ് കൊണ്ടുവരുന്നത്. ആ സമയത്ത് ബിന്ദുവിന്റെ നാട്ടുകാരും ബിന്ദുവിന്റെ വീട്ടുകാരും ഒക്കെ ഇത് കണ്ടിരുന്നു അല്ലേ? ബിന്ദുവിന്റെ മക്കളടക്കം കണ്ടിരുന്നു. മക്കളടക്കം അവർ വല്ലാതെ ഭയന്ന് പോയിട്ടുണ്ടാവും. മാത്രമല്ല നാട്ടുകാരുടെ മുന്നിൽ ആ സമയത്ത് ബിന്ദു ഏതോ ഒരു കുറ്റകൃത്യം ചെയ്ത കള്ളിയായി. അപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ മുഴുവൻ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ മുഴുവൻ പരിശോധിച്ചോ? ഇവിടെ 2 റൂമും സാർ, 2 ബെഡ്റൂമും 1 ഹാളും ഒക്കെയാണ്. അവിടെ നോക്കിയിട്ട് പിന്നെ ഉടനെ തന്നെ അങ്ങ് തിരിച്ചു പോയി. എന്നെ കൊണ്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഒരു പോലീസുകാർ എന്നെ ചീത്ത പറയുന്നത്. അപ്പൊ ചീത്ത വിളിച്ചു. അപ്പോഴും ഒന്നും അവർക്ക് കിട്ടില്ല. ആ സമയത്തും ഈ പരാതി നൽകിയ വീട്ടുടമയുടെ വീട് പരിശോധിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇല്ല സാർ, അവിടെ പോകാൻ അവർ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു സാർ നമുക്ക് അവരെ ഈ ഓമനാടൻ്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോൾ ഇവര് താമസിച്ചില്ല. ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന സാറാണ് പറഞ്ഞത് എനിക്ക് അവരെ ഭയങ്കര വിശ്വാസമാണ്, എനിക്ക് അമ്മക്കവിടെ പോകണ്ടെന്ന്. പരാതിക്കാരിയിൽ വിശ്വസിച്ചു, ബിന്ദുവിൽ വിശ്വസിച്ചില്ല. അതിനുശേഷം തിരികെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ വിശന്നു, ഭക്ഷണം കിട്ടിയില്ല. വെള്ളം ചോദിച്ചപ്പോൾ ഈ പ്രസന്നനാണ് പറഞ്ഞത് കുളിമുറിയിൽ വെള്ളം കൊണ്ടെടുത്ത് കുടിച്ചോളാൻ. കുടിക്കാൻ വിശന്നങ്ങ് താളിക്കാൻ പറ്റാത്തൊരിതായിപ്പോയി. ഭക്ഷണം വാങ്ങി തന്നില്ല പോലീസ് സ്റ്റേഷൻ. രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയോ? ഇല്ല,
രാത്രി ഫുള്ള പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമായിരുന്നു. ഉറങ്ങാൻ 3:30 വരെ സമ്മതിച്ചില്ല, എന്നെ ചോദ്യമല്ലായിരുന്നു സാർ. കിടക്കാൻ സമ്മതിച്ചില്ല. ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഇല്ല ഇല്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കിടക്കുമ്പോ ഉടനെ ഈ സാറ് വിളിക്കും, ഇവിടെ വന്നിരി ചോദിക്കട്ടെ എന്ന് പറയും. വിളിക്കും. ഇതിന് ബിന്ദുവിന്റെ മക്കളെ കൂടി ഈ കേസിൽ പെടുത്തുമെന്ന് പറഞ്ഞത് ആരാണ്? പ്രസन्न എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ. ഓക്കെ. അപ്പോൾ ബിന്ദു എടുക്കാത്തത് ബിന്ദുവിന് സമ്മതിക്കാനും കഴിയില്ല. അതിനുശേഷം ബിന്ദുവിനെ പുറത്തേക്ക് വിടുന്നത് എപ്പോഴാണ്? പറ്റില്ല സർ. പുറത്തേക്ക് വിടുന്ന സമയത്ത് പോലീസുകാർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പുറത്ത് വിടുമ്പോൾ പിറ്റേന്ന് SI ആണ് പറഞ്ഞിരുന്നത്, ഈ കവടിയാറ് അമ്പലമുക്ക് ഭാഗത്തൊന്നും കണ്ടുപോകല്, ഇനി നാട് വിട്ട് പൊക്കോളാം. ഈ SI ആണ്, ഈ SI പ്രസാദാണ് ഓപ്പണായിട്ട് വന്നിരുന്നത് എന്നോട്. അപ്പൊ എന്റെ ചേട്ടന് വെളിയിൽ നിൽക്കായിരുന്നു. ഈ SI പറഞ്ഞു, പ്രസിഡന്റ് പറഞ്ഞു. ആ സമയത്ത് മാല തിരിച്ച് കിട്ടിയിരുന്നോ ഈ ഓമന എന്ന് പറഞ്ഞ വീട്ടുടമയ്ക്ക്? ഇല്ല, കിട്ടിയാന്ന് എന്നോട് പറഞ്ഞില്ല സാർ. അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് കയറിപ്പോയി. ഈ 3 വാക്ക് മാല കിട്ടിയ വിവരം പോലീസിന് പറഞ്ഞിട്ടില്ല? ഇല്ല ഇല്ല, ആരും പറഞ്ഞിട്ടില്ല സാർ. പിന്നെ എന്തു പറഞ്ഞാണ് ബിന്ദുവിനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്, സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുന്നത്? ഈ ഓമന ഡാനിയന്റെ ഓമന ഡാനിൽ പറഞ്ഞത് അവിടെ ബിന്ദുവിന് പരാതിയില്ല, ബിന്ദുവിനെ വെറുതെ വിടുകയാണ്, ബിന്ദുവിന്റെ മക്കളെ ഓർത്ത് ബിന്ദുവിനെ വെറുതെ വിടുകയാണ് എന്നാണ് ഈ SI എന്നോട് പറഞ്ഞത്. ഇത്രയും ബുദ്ധിമുട്ടിച്ചതിന് ശേഷം ഈ പരാതിക്കാരിയെ ഓമന ഡാനിയലിന് പരാതിയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ വിടുന്നു. പക്ഷെ അപ്പോഴും കവടിയാറിലും അമ്പലമുക്കിലും ഒന്നും കണ്ടുപോകരുതെന്ന് ഭീഷണിപ്പെടുത്തി അല്ലേ? അത് ഞാൻ ഇറങ്ങിയതിന് ശേഷം വെളിയിൽ ഇറങ്ങി വന്ന് ശരിക്കും ആള് നിൽക്കായിരുന്നു സ്റ്റേഷന്. അപ്പോഴാണ് വന്നിങ്ങനെ പറഞ്ഞത്. അതെ, പൊതുമധ്യത്തിൽ വെച്ചാണ്, ആളുകളുടെ മുന്നിൽ വെച്ച്. ആൾ മുന്നിൽ വെച്ചാണ് പറഞ്ഞത്. രാവിലെ അല്ലേ സമയം ശരിക്കും ആൾക്കാരുണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ബിന്ദു ജോലി ചെയ്തിരുന്ന 2 വീട്ടിലെയും ജോലിയും നഷ്ടപ്പെട്ടു. ഈ പോലീസുകാർ അവിടെയും വിളിച്ചു പറഞ്ഞു. ഞാൻ കവടിയൂരുള്ള വീട്ടിൽ അവരെ അപ്പോൾ തന്നെ വിളിച്ചു. അവര് രാവിലെ ശ്രുതി എന്ന് പറയുന്ന ഓഫീസിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് 7 ദിവസത്തെ പൈസയും ഈ പഞ്ചെന്ന് പറഞ്ഞവര് പൈസ അവിടെ തന്നു. ആ പൈസ ഞാൻ പിറ്റേന്ന് ചെന്ന് മേടിച്ചു. ഓക്കെ. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? എൻ്റെ അടുത്ത് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിഷേധിക്കുന്നുണ്ട്. ഇത് പരിഗണിക്കാമെന്ന് ബിന്ദുവിനോട് പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിച്ചത്. ബിന്ദു, നമ്മൾ പരാതി കൊണ്ട് കൊടുത്തു. പരാതി കൊണ്ട് ഞാനും എൻ്റെ വക്കീലുണ്ടായിരുന്നു. പരാതി കൊണ്ട് കൊടുത്തപ്പോൾ ഈ സാർ വായിച്ചും നോക്കിയില്ല. അങ്ങോട്ടെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ ഒരു മാല മോഷണമുള്ള കേസാണ് എന്ന് പറഞ്ഞു. മാല മോഷണം കാണാതെ പോയാൽ പരാതി കൊടുക്കും, പോലീസ് പിടിക്കും. നിങ്ങളത് കോടതി പറഞ്ഞെന്ന് ചോദിച്ചു. നമ്മളില്ല എന്ന് പറഞ്ഞു. ഈ പോലീസ് നടപടി ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബിന്ദുവിനോട് പറഞ്ഞിരുന്നോ? ഇത് പരിഗണിക്കാം, പോലീസ് നടപടി ഉണ്ടാവും എന്നൊരു ഉറപ്പ് പറഞ്ഞിരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല? ഇല്ല, പറഞ്ഞിട്ടില്ല. അതിനുമ്പേ നമ്മളിനി ഇറങ്ങി സാർ. ഓക്കെ. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രതികരണത്തിൽ നിരാശ തോന്നി ബിന്ദുവിന്? നിരാശ, അപ്പോഴും വിഷമം ഉണ്ടായിപ്പോയി. നമ്മൾ കൊണ്ടു കൊടുത്തിട്ട്, ഞാനും വക്കീലും ഉണ്ടായിരുന്നു, കൊണ്ടു കൊടുത്തിട്ട് ഒരു വായിച്ചു പോലും നോക്കിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. ഇത് ക്യൂ നിന്ന് അപേക്ഷ എടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയതാണ് അല്ലേ? ടോക്കൺ എടുത്ത്? ടോക്കൺ എടുത്ത് പോയത്. ഈ ബിന്ദുവിന്റെ ഈ പരാതിക്ക് പിന്നിൽ ഏതെങ്കിലും സമ്മർദ്ദങ്ങളോ ഏതെങ്കിലും ആളുകളുടെ താല്പര്യമോ ഉണ്ടോ ബിന്ദു? അതായത് മറിച്ചൊരു ഭാഗത്തു നിന്നുള്ളൊരു ആരോപണം ചിലയിടങ്ങളിൽ നിന്നെങ്കിലും കേൾക്കുന്നതുകൊണ്ട് ഞാൻ തുറന്നു ചോദിക്കുകയാണ്. ഇല്ല സാർ. അതായത് ബിന്ദുവിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പരാതി ഉന്നയിക്കാൻ ആരുടെയെങ്കിലും ഒരു പ്രേരണ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ വക്കീലാണ് എന്നെ അവിടെ ആദ്യമേ പറഞ്ഞു. അപ്പം 3 പരാതി കൊടുക്കണമെന്ന് വക്കീല് പറഞ്ഞ്
നമുക്ക് എന്നാൽ പോയി പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വക്കീലും കൂടെ പരാതി അവിടെ കൊടുക്കാൻ വേണ്ടി പോയത്. ഇനിയിപ്പോൾ ബിന്ദുവിന് ആവശ്യം ബാക്കി 2 ഉദ്യോഗസ്ഥരെ കൂടി സസ്പെൻഡ് ചെയ്യലാണ് അല്ലേ? സസ്പെൻഡ് ചെയ്യണം സാർ. FIR ഇപ്പോഴും റദ്ദാക്കിയിട്ടില്ല, അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ, അങ്ങനെയാണ് സാർ. Debate with Dr. Arun Kumar.